ഹായ്, എല്ലാവർക്കും ഉഷസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. നമുക്ക് ഇന്ന് പുതിയ ചെടി, നമുക്ക് പുതിയതല്ല, മാൻഡിവില്ല ഞാൻ പൂവിട്ടത് കാണിച്ചിരുന്നു. ഇത് കണ്ടോ മാൻഡിവില്ല, ഇതാണ് വൈറ്റ് മാൻഡിവില്ല. ഇതിന്റെ നമുക്ക് സെയിൽസിന് റെഡി ആയിരിക്കുന്ന പ്ലാന്റിന്റെ സൈസ് ഇതാണ്. ഇതിലൊക്കെ മുട്ടിട്ടിട്ടുണ്ട്, പൂവായിട്ടില്ല. പൂവ് കാണിക്കാൻ വേണ്ടിയാണ് വലിയൊരു പീസ് എടുത്ത് വെച്ചത്. ഈ മാൻഡിവില്ലയുടെ പ്രൈസ് 150 രൂപ മാത്രമാണ്. ഇത്രയും സൈസുള്ള പൂവൊക്കെ ഇട്ട് മുട്ടൊക്കെ നിറയെ, അതേ കണ്ടോ 3 മുട്ടുണ്ട് ഇതില്. ഇതുപോലത്തെ സൈസുള്ള മാൻഡിവില്ലയാണ് അയച്ചു തരുന്നത്. ഇതിന്റെ പ്രൈസ് 150 രൂപയാണ്. അതുപോലെ നമ്മുടെ പാലക്കാടൻ റോസുകൾ ഇപ്പോഴും അവൈലബിൾ ആണ്. ഡാർക്ക് റെഡ് കളറിന്റെ പാലക്കാടൻ റോസുകളാണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ചെടിയാട്ടോ ഇത് 4 പീസിന് 350 രൂപയും കൊറിയർ ചാർജുമാണ്. 4 പീസിന് 350 പ്ലസ് CC ആണ് വരുന്നത്. പാലക്കാടൻ റോസിന്റെ റെഡ് ഇതുപോലെ ഇരിക്കും. ഇതുപോലത്തെ പീസാണ്. ഇതുപോലെ പൂവിട്ടിട്ട് ക്രീമി കളറാണ്. ഇതുപോലത്തെ പീസായിരിക്കും കേട്ടോ. ഇതിൽ 4 കളറാണ് വരുന്നത്. ഇനി ഇതിൽ മജന്തയും പീച്ചും കാണിക്കാനുണ്ട്, അത് കാണിക്കാം. നമ്മളുടെ കോംബോയിലുള്ള റോസ് മജന്ത, ഇത് പീച്ച് കളർ. ഇത് പീച്ചിൽ തന്നെ 2 ഡിഫറെന്റ് കളറായിട്ട് വരുന്നുണ്ട്. ഇത് ലൈറ്റ് ആണ്, ഇത് കുറച്ച് ഡാർക്ക് ആണ്. എന്നാലും പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനത്തെ പ്ലാന്റ്സ് ആണ് അയക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസ് ആണ്. 4 പീസിന് 350 രൂപയും കൊറിയർ ചാർജുമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് തന്നെയാണിത്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നാടൻ പനിനീർ റോസ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് നാടൻ പനിനീർ റോസിന്റെ ഫ്ലവർ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 80 റുപ്പീസ് ആണ്, 80 രൂപ. അടുത്തതൊരു കാനവാഴയാണ്. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട, അധികം പൊക്കം വയ്ക്കാതെ റെഡും ഓറഞ്ചും കൂടെ കലർന്ന പൂവുണ്ടാവുന്ന ഒരു കാനവാഴയാണ്. ഇതാണ് സൈസ്. ഇതൊരു ഷൂട്ട് നട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ഷൂട്ട് നിന്ന് പൊടിച്ചു വരും. ഇത് കണ്ടോ, ചെറിയ ഷൂട്ടുകൾ വന്നു കഴിഞ്ഞു. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 100 രൂപയാണ്. ഒരുപാട് പൊക്കം വയ്ക്കാതെ പൊക്കം കുറഞ്ഞിട്ട് നിറയെ പൂവിടുന്ന ഒരു ചെടിയാണ്. ഹൈബ്രിഡ് ആണ് കാനവാഴ. കളർ ഇതാണ്. ഇതൊരു വെള്ള കളർ മുല്ലപ്പൂ പോലെ നിറയെ പൂവിടുന്ന ഒരു ചെടിയാണ്. വൈറ്റ് ചെത്തിപ്പൂ പോലെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ഇതൊരു തരം മുല്ലച്ചെടിയാണ്. നിറയെ പൂവിടും. സ്റ്റാർ പോലെ ഇരിക്കും ഇതിന്റെ. കണ്ടോ, നിറയെ പൂവിട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 60 രൂപയാണ്. ഇതാണ് പ്ലാന്റിന്റെ സൈസ്. നെക്സ്റ്റ് ഒരു ഡാലിയ കോംബോ ആണ്. ഈ ഡാലിയക്ക് എല്ലാത്തിനും കിഴങ്ങുള്ളതാണ്. നിറയെ കിഴങ്ങുള്ള ഡാലിയ തന്നെയാണിത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഒരു കോംബോയ്ക്ക് 350 രൂപയും കൊറിയർ ചാർജും ആണ് വരുന്നത്. ഈ 350 രൂപയുടെ കോംബോയിൽ 5 ഡിഫറെന്റ് കളർ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതുപോലെ 5 ഷെയ്ഡ്സ് ആയിരിക്കും വരുന്നത് കേട്ടോ. ഇത് വലിയ ഡാലിയാണ്. ഇതിലും നിറയെ കിഴങ്ങുള്ള ഡാലിയാണ്. ഇത് വൈറ്റ്, യെല്ലോ, വയലറ്റ് 3 ഡിഫറെന്റ് കളറാണുള്ളത്. ഇത് കണ്ടോ, ഇതിപ്പോ ഇത് പോയാലും നിറയെ കിഴങ്ങുള്ളത് കൊണ്ട് നിറയെ വീണ്ടും പിടിച്ചു വരുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 100 രൂപയാണ്. ഒരുപാട് പേര് ചോദിച്ചിരുന്നതാണ് കിഴങ്ങുള്ള ഡാലിയ അവൈലബിൾ ആകുമ്പോൾ പറയണമെന്ന്. ഇപ്പൊ നമ്മളുടെ ചെറിയ ഡാലിയയ്ക്കും കിഴങ്ങുണ്ട്, വലിയ ഡാലിയയിലും നിറയെ കിഴങ്ങുള്ളതാണ്. നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് ഇതുപോലത്തെ റോസ്മേരി ആണ്. ഈ റോസ്മേരി അവൈലബിൾ ആണ് നമുക്ക് 40 രൂപയാണ് ഇതിന്റെ പ്രൈസ്. ഇതാണ് അതിന്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പവിഴമല്ലി, ഈ സൈസിലുള്ള പവിഴമല്ലി ഇപ്പൊ ധാരാളം അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 50 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല മുട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പവിഴമല്ലിയാണ്. ഇതാണ് പ്ലാന്റിന്റെ സൈസ്. ഇതിന് 50 രൂപ മാത്രം ഒരു പീസിന്. അതുപോലെ കല്യാണ സൗഗന്ധിക ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് പേര് ചോദിച്ചു നേരത്തെ ഇട്ട വീഡിയോയിലെ പ്ലാന്റ്സ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അതുകൊണ്ടാണ് വീണ്ടും ഇത് കാണിക്കുന്നത്. ഈ കല്യാണ സൗഗന്ധികത്തിന്റെ പ്രൈസ് വന്നിട്ട് 80 റുപ്പീസ് ആണ്, 80 രൂപ. വൈറ്റ് കളർ ഫ്ലവർ ആയിരിക്കും ഇതിലുണ്ടാവുക. അതുപോലെ തന്നെ ഹൈഡ്രാഞ്ചിയ ബ്ലൂ കളറാണ്. നല്ല ബുഷി ആയിട്ടുള്ള ഹൈഡ്രാഞ്ചിയാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 65 രൂപയാണ്. ഇത്രയും വലിപ്പമുള്ള ബുഷി ആയിട്ടുള്ള ഹൈഡ്രാഞ്ചിയയുടെ പ്രൈസ് 65 രൂപയാണ്. അതുപോലെ സിൽവർ നിക്കോഡിയ, നമുക്കിപ്പോ ഇവിടെയുള്ള സിൽവർ നിക്കോഡിയക്കൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഫ്ലവർ. ഒരുപാട് പേർക്ക് എൻക്വയറി ഉണ്ടായിരുന്നതാണ് സിൽവർ നിക്കോഡിയ ഇപ്പോഴും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് വീണ്ടും കാണിച്ച പ്ലാന്റ് വീണ്ടും കാണിക്കുന്നത്. അതായത് നിറയെ പൂവ് ഇട്ടിട്ടുണ്ട് സിൽവർ നിക്കോഡിയ. ഇതിന്റെ പ്രൈസ് 70 രൂപയാണ്. അതുപോലെ തന്നെ ലീഫ്
ലീഫ് പ്ലാന്റ്, മെറൂൺ ലീഫുള്ള പ്ലാന്റ്, ഇത് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 50 റുപ്പീസ് ആണ്. അതുപോലെ റോസിലും നമുക്ക് ഓർക്കിഡ് റോസ് ഇത് കണ്ടോ, നിറയെ മുട്ടിട്ടിട്ടുള്ള ഓർക്കിഡ് റോസ് ആണ്. ഓർക്കിഡ് റോസും നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. 130 രൂപ തന്നെയാണ് ഇതിന്റെ പ്രൈസ്. അതുപോലെ വയലറ്റ് റോസ് നമുക്ക് അവൈലബിൾ ആണ്. ആ വയലറ്റ് റോസ് ഞാൻ കാണിക്കാം. ഇതാണ് വയലറ്റ് റോസിന്റെ പ്ലാന്റിന്റെ സൈസ്. ഇതിലിപ്പോ പൂ പോയേക്കാണ്. പൂ ഇടുന്ന പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് വയലറ്റ് ഫ്ലവർ ആണ് ഇതിന്റെ റോസിന്റെ പൂവ്. ഇതിന്റെ പ്രൈസ് 140 രൂപയാണ്. വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാനുള്ള ചെടികൾ 20 രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് അതിന്റെ പ്ലാന്റിന്റെ 20 രൂപയുടെ പ്ലാന്റിന്റെ സൈസ്. ഇതുപോലത്തെ ഒരു ഇതൊക്കെയാണ് 20 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതുപോലത്തെ പ്ലാന്റ്സ് ധാരാളം നമുക്ക് അവൈലബിൾ ആണ് വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാനായിട്ടുള്ളത്. ലക്കി ബാമ്പു ഉണ്ട്. ഇതുപോലെ 3 ഡിഫറെന്റ് കളറിലുള്ള പ്ലാന്റ്സും നമുക്ക് വെർട്ടിക്കൽ ഗാർഡന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. ഇതാണ് ഒരു പ്ലാന്റിന്റെ സൈസ് വരുന്നത്. ഇതുപോലത്തെ ആസ്റ്റർ അവൈലബിൾ ആണ്. ഇത് ലൈറ്റ് റോസും ലൈറ്റ് വയലറ്റ്, പിന്നെ വൈറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. വൈറ്റും അവൈലബിൾ ആണ്. ഇത് ഒരു പീസിന് 40 രൂപ മാത്രമേ ഉള്ളൂ ഈ ആസ്റ്റർ പ്ലാന്റിന്. ലൈറ്റ് റോസും വൈറ്റും ഡാർക്ക് റെഡും നമുക്ക് ക്രീപ്പർ അവൈലബിൾ ആണ്. ഇതാണ് വൈറ്റിന്റെ ഫ്ലവർ വന്നിട്ട് നല്ല വലിപ്പമുള്ള ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇത് ലൈറ്റ് റോസ്, നിറയെ കൊലയായിട്ട് പൂവിടുന്ന ഒരു റോസ് ചെടിയാണിത്. ഇതിന്റെ തന്നെ ഡാർക്ക് റെഡ് ചെറിയ പൂവിന്റെയും അവൈലബിൾ ആണ്. നിറയെ ഡാർക്ക് റെഡ് കളർ പൂവിടുന്നതാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 100 രൂപ. ഇതിന്റെ പ്രൈസ് 100 റുപ്പീസ് മാത്രമാണ് കേട്ടോ. ഇന്ന് ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അത് ഞാൻ ലൈക്കിലൂടെയാണ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഉഷസ് ഹോം ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. Thank you for watching Usha's Home Garden.